സോ ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ HCF ആണ് കണ്ടുപിടിച്ചത്. റിമൈൻഡർ എത്രയാണ് തന്നിട്ടുള്ളത് അത് ആ നമ്പേഴ്സിന് മൈനസ് ചെയ്യുക, എന്നിട്ട് HCF കണ്ടുപിടിച്ചു. ഇത് അതുപോലൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ക്യാൻ എക്സ് കണ്ടെയ്ൻസ് 399 liters ഓഫ് പെട്രോൾ. സോ എക്സ് എന്ന് പറഞ്ഞൊരു ക്യാനിൽ 399 liters പെട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ Y എന്ന് പറഞ്ഞൊരു ക്യാനിൽ contains 532 liters of diesel. They are to be bottled in bottles of equal size so that the whole petrol and diesel would be separately bottled. The bottle capacity in terms of liters is an integer. How many different bottle sizes are possible? Okay, the only condition is given that the bottle is integer. This is അത് നമ്മൾ പ്രീവിയസ് ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്കിപ്പോൾ ഈ തന്നിട്ടുള്ള 399 liters-നെയും 532 liters-നെയും ഒരേ ബോട്ടിലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് ആണ് നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന ബോട്ടിലിന്റെ കപ്പാസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ബോട്ടിലിന് എത്ര കപ്പാസിറ്റി ഉള്ളതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെ HCF കണ്ടുപിടിക്കുക. എന്നിട്ട് ഓക്കെ, ബോട്ടിൽ സൈസസ് ആ പോസിബിൾ എന്നാണ്. ഏതൊക്കെ സൈസ് ബോട്ടിൽസിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ബോട്ടിൽ സൈസസ് പോസിബിൾ ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ HCF കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഫാക്ടേഴ്സ് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് HCF കണ്ടുപിടിക്കാൻ 399ഉം അതുപോലെ തന്നെ 532. ഇതിന് രണ്ടിനെയും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഓക്കെ, ഒന്ന് ഓടും ഒന്ന് ഈവനും ആണ്. സോ നമുക്ക് 2 കൊണ്ട് എന്തായാലും പറ്റില്ല. 3 കൊണ്ട് നോക്കുകയാണെങ്കിൽ 3 കൊണ്ടും 532 പോസിബിൾ അല്ല. സോ 5 എന്തായാലും അല്ല. ആൻഡ് യൂണിറ്റ് ഡിജിറ്റിൽ 5 0 വേണം, 5 വേണമെങ്കിൽ. അപ്പോൾ 5 അല്ല. നെക്സ്റ്റ് നമുക്ക് 7 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 7 ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് 399 ഡിവൈഡ് ബൈ 7 നമുക്ക് കിട്ടുക 57ഉം, അതുപോലെ 532 ഡിവൈഡ് ബൈ 7 76ഉം കിട്ടും. ഇനി ഇതില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3ഉം 5ഉം 7 ഇതിന് പോസിബിൾ ആണോ നോക്കുമ്പോൾ 7 അല്ല. നെക്സ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത് 11 ആണ്. 11ഉം അല്ല. 13ഉം അല്ല. സോ നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ 17ഉം ട്രൈ ചെയ്യാം. 17ഉം അല്ല. സോ നമുക്ക് 19 ഒന്ന് നോക്കി നോക്കാം. സോ 19 നോക്കുമ്പോൾ 19 into 3 ആണ് 57. അതുപോലെ തന്നെ 19 into 4 ആണ് 76. സോ നമുക്ക് 3 4 എന്ന് കിട്ടി. ഇത് 3 4ക്ക് എന്തായാലും കോമൺ ഫാക്ടേഴ്സ് ഇനി ഇല്ല. സോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ 7 into 19 ആണ് നമ്മൾ HCF. സോ ഇവിടെ HCF ഈക്വൽ ടു HCF is equal to 7 into 19. ഇതാണ് നമ്മൾ HCF വരുന്നത്. ഇനി 7 into 19 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we will get 133. 133 is our answer. I mean the HCF. ഇനി ചെയ്യേണ്ടത് ഈ 133യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. സോ 133ക്ക് എന്തായാലും 1 ഒരു ഫാക്ടറാണ്, അതുപോലെ ഈ 7 ഒരു ഫാക്ടറാണ്, 19 ഒരു ഫാക്ടറാണ്, അതുപോലെ 133 ഒരു ഫാക്ടറാണ്. സോ നമുക്ക് മൊത്തം 4 ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് 1 ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ റിമൈൻഡർ അല്ല, നമ്മൾ ബോട്ടിലിന്റെ സൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 1 ഒരു സൈസ് ആവാൻ ചാൻസ് ഉണ്ട്, 7 ഒരു സൈസ് ആവാം, അതുപോലെ തന്നെ 19 ഒരു സൈസ് ആവാം, 133 ഒരു സൈസ് ആവാം. സോ നമുക്ക് 4 പോസിബിലിറ്റീസ് ആണുള്ളത്. 4 പോസിബിൾ സൈസസ് ആണ് ഇവിടെ ബോട്ടിൽ സൈസസ് ആയിട്ട് പറ്റുക. So the option is option number B, 4.